കല്ലു ഒറ്റ മൈൻഡ് എവിടേക്കാണ്? ശ്രീരംഗപുര വിഹാരി. കഴിഞ്ഞ തവണത്തെ പോലെയല്ല കേട്ടോ, ഇപ്രാവശ്യം വഴി തെറ്റാതെ കൃത്യമായിട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് 4 പേരും കൂടെ എത്തിയിരിക്കുന്നത് തമിഴ്നാട് തൃച്ചിയിലുള്ള ശ്രീരംഗം അമ്പലത്തിലാണ്. കുറേ നാളായിട്ട് നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിലും ഇവിടെ വരും എന്നുള്ളത് ഒട്ടും പ്ലാൻ ചെയ്യാതെ നടന്നതാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ, ഓരോ കോണും ആ റോഡുകളും ആ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വീടുകളും ഒക്കെ കാണാനും അവിടെ നിന്നൊക്കെ വരുന്ന മണം വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാർ ഓടിച്ച് അതിൻ്റെ എൻട്രൻസിൽ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുമ്പോൾ വീണ്ടും പുതിയ ഗോപുരങ്ങൾ, ഒരുപാട് ഗോപുരങ്ങൾ അവിടെ ഉണ്ട്. എവിടെയാണെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മുല്ലപ്പൂവൊക്കെ വാങ്ങി നടന്ന് നീങ്ങി ക്യൂവിലായി ഞങ്ങൾ പതുക്കെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയായിരുന്നു. വീണ്ടും നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ നോക്കുമായിരുന്നു. നമുക്ക് ഓരോ മതിലിലെ കല്ലുകളിലും തമിഴിലാണോ ഇനി അതാണോ പഴയ ലിപിയാണ്, പിന്നെ പുതിയ ലിപി ആയതുകൊണ്ടാണ്, പഴയ ലിപിയാണെങ്കിൽ ഞാൻ കലക്കിയത്. അതെ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അങ്ങനെയൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പതുക്കെ ഉള്ളിലേക്ക് ജസ്റ്റ് കയറണ മുമ്പ് കുറച്ച് നേരം ഇരുന്നു. ഒരു 2 മണിക്കൂറോളം ഇരിക്കേണ്ടി വന്നു. അവർ പറയുന്നത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ തിരക്കെന്നാണ്. തൊഴുതു ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. നല്ല പൊള്ളുന്ന വെയിലായിരുന്നു. രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം. പതുക്കെ നമുക്ക് രാവിലെ അവിടുത്തെ പ്രസാദം ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. പൊങ്കൽ പോലെ പരിപ്പും ചോറും നെയ്യും അതിൽ ജീരകമൊക്കെ പൊടിച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു പ്രസാദമായിരുന്നു. അതിൻ്റെ മണം തന്നെ വല്ലാതെ നമ്മളെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു. ക്യൂവിൽ നിൽക്കുമ്പോൾ എക്സ്ട്രാ ഒരു കൊതി കൂടെ വാങ്ങി ഞങ്ങൾ 4 പേരും കൂടെ ആ നട്ട വെയിലത്തിരുന്നത് കഴിച്ചു. ഈ ഒരു അമ്പലം ഒരു ദിവസത്തിൽ കാണാൻ പറ്റില്ല എന്നുള്ളത് അന്ന് മനസ്സിലായി. അവിടെ 1000 കാൽ മണ്ഡപമുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊരു അത്ഭുതമാണ്. നട്ട വെയിലത്തോടി ഞങ്ങൾ നേരെ പോയത് A2B റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ പോയിട്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള ഊണും ഞങ്ങൾ കഴിച്ചു. ഒരു മിനി ലഞ്ച്, ഒരു മെഗാ ലഞ്ച് തന്നെയായിരുന്നു അവസാനം. വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു. പതുക്കെ എല്ലാവരുടെ പ്ലേറ്റിൽ നിന്ന് എല്ലാവരും ഓരോന്നായിട്ട് എടുത്ത് ഗംഭീര ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് വയറൊക്കെ നിറച്ച് ഞങ്ങൾ പതുക്കെ വീണ്ടും റൂമിലേക്ക് പോയി. ഞങ്ങളുടെ മുല്ലപ്പൂവും കോസ്റ്റ്യൂമൊക്കെ പതുക്കെ മാറ്റി ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ടാറ്റ പോയി വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് വരികയാണ്.